റൈസിങ് ഫ്രം ദ ഡെഡ്. ജോൺ ലാസറിനെ ഉയർത്തുകയാണ്. ലാസർ ഇങ്ങനെ മരിച്ചു, എൻ്റെ 4-ാം ദിവസമാണ്. യേശു 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റെന്നാണ് പറയുന്നത്. ദിവസം അനുസരിച്ച് 3 ശരിയാണ്, പക്ഷേ സമയം ഒത്തു വരുന്നില്ല. ഇത് 4-ാം ദിവസമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊക്കെ പറയും 4 ദിവസമായി ഇത് മൃതദേഹം ഒരുപാട് ചീഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയാം. അപ്പോൾ ഇദ്ദേഹം പറയും, then Jesus said, did I not tell you that if you believe you will see the glory of God? വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറയും. then അപ്പോൾ കല്ല് മാറ്റാൻ പറയും, കല്ല് മാറ്റ എന്ന് പറയും. കല്ല് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ഇദ്ദേഹം ഒരു ദൈവത്തോടൊരു വലിയൊരു പ്രാർത്ഥന നടത്തും. യേശു, I knew that you always hear me, but I said this for the benefit of the people standing here, and they may believe that you send me. ദൈവമേ, ഇപ്പോൾ ഞാനൊരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ഈ മനുഷ്യനെ ഉയർത്താമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ് ലാസർ. അതുകൊണ്ട് ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, നീ എല്ലാം അനുവദിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് പ്രവർത്തിക്കണം എന്ന് ഇദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. യേശുവും ദൈവം ഒന്നാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഭാഗമാണെന്നും ദൈവമാണെന്നും പറയുന്നത്. യേശു സ്വയം പെറുക്കല്ല, ആരോടുകൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, മെസ്സേജ് അയക്കുകയാണ്, ടെസ്റ്റ് മെസ്സേജ്. ഇവിടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതോ ഒരു സിനിമയുണ്ടല്ലേ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയും അല്ലേ, അങ്ങനെയാണ് സിനിമ. അതിനകത്ത് ഈ ശ്രീനിവാസൻ്റെ കഥാപാത്രമാണെന്ന് തോന്നുന്നു. ഒരു മന്ത്രിയെ വിളിക്കുമല്ലേ പൈപ്പിൻ്റെ കാര്യത്തിൽ, ഹലോ എന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ശരിയാക്കി തരണേ എന്നൊക്കെ പറഞ്ഞു. അതേ കണക്ക് ഇദ്ദേഹം ഈ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോളങ്ങ് നടത്തും ഈ ദൈവത്തോട്. അദ്ദേഹം തന്നെ ദൈവമാണ്, പിന്നെ അദ്ദേഹം ദൈവത്തോട് സന്ധിയിലായി, ഞാൻ എന്നോട് തന്നെ ഒരു കോൾ വിളിക്കുന്നതിന് തുല്യമായിട്ട്. അപ്പോൾ when he had said this, Jesus called in loud voice, Lazarus, come out. ലാസറെ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞു മലയാളത്തിൽ. Then the dead man came out, his hands and feet wrapped in strips of linen വെച്ച് ഇങ്ങനെ പോകുകയാണ് ശരിക്കും. And the clothes around his waist. Jesus said to them, take off the grave clothes and let him go. ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അവൻ പോട്ടെ എന്നത്. ലാസർ അങ്ങോട്ട് പോയെന്ന് അറിയില്ല. എന്തായാലും ലാസർ 4 ദിവസം അടിപൊളിയായിട്ട്. ഇനി ജീസസിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, ജീസസിനെ അടക്കിയ സമയത്ത് ഈ ലിനൻ ക്ലോത്ത് മാത്രമല്ല, കുറേ സുഗന്ധദ്രവ്യങ്ങളും കെമിക്കൽസും ഒക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി റോട്ട് ചെയ്യാതെ നോക്കിയിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഈ ലാസറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ എന്തായാലും പുറത്തിറങ്ങി വരുന്നത് ഇങ്ങനെയാണ് ലാസർ. സോംബി ലിറ്ററേച്ചറാണ്. എല്ലാവരും പറയും ഈ ബൈബിൾ എന്ന് പറയുന്നത് നരബലി സാഹിത്യമാണെന്ന്. പക്ഷേ ഈ നരബലി സാഹിത്യത്തെക്കാൾ ഉപരി അത് അടിസ്ഥാനപരമായ സോംബി ലിറ്ററേച്ചറാണ്. ഇത്രയും സോംബീസ് ഓടി നടക്കുകയും പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്യുന്ന വേറൊരു ലിറ്ററേച്ചർ കാണാനില്ല. ഇനി മറ്റൊന്നാണ് ലൂക്ക് 7 റൈസസ് ദ വിഡോസ് സൺ. ഒരു വിധവകൾ ഒരുപാട്, വിധവകൾക്ക് മക്കളും ഉണ്ടായിരുന്നു. ആ മക്കൾ അവരെ ഉയർത്തുക എന്ന് പറയുന്ന ബൈബിളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള തീമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എലീജ ചെയ്തിട്ടുണ്ട്, എലീഷ ചെയ്തിട്ടുണ്ട്, ജീസസ് ചെയ്തിട്ടുണ്ട്. വിധവയ്ക്ക് മക്കൾ. എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ഒരു ഇമോഷണൽ കണ്ടന്റ് ആയിരിക്കും. ഒരു വിധവയാണ്, ഭർത്താവില്ല, ഒരു മകനോ മകളോ ആണ് ഉള്ളത്. അപ്പോൾ അവർക്ക് അതുകൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് എന്നുള്ള വെച്ചൊരു പുള്ളി ചെയ്യുന്നു എന്നുള്ളതാകാം, പോട്ടെ. And it came to pass the day after, and he went into the city called Nain, and many of his disciples went with him, and much people. Now when he came nigh to the gate of the city, behold, there was a dead man carried out, and the only son of his mother, and she was a widow, and much people of the city was with her. And when the Lord saw her, she had a compassion on her, and said unto her, weep not, കരയരുത്. And he came and touched her bier, and they that bare him stood still. And he said, young man, I say unto thee, arise. And he that was dead sat up and began to speak. അതുകൊണ്ടൊന്ന് താഴ്ത്തി വെച്ചു ശവമഞ്ചത്തിൽ നിന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എഴുന്നേൽക്കുക. I say unto thee, arise. Then the dead man sat up and began to speak. അയാൾ എഴുന്നേറ്റു, സംസാരിക്കാൻ തുടങ്ങി. And he delivered him to his mother. Right. ഇനി മറ്റൊന്നൊരു കൊച്ചുകുട്ടി, പെൺകുട്ടിയെ ഉയർത്തുന്നതാണ്. അതാണ് ജൈറസ് എന്ന് പറയുന്നത്. ഗാലിലി സിനഗോഗിലെ ഒരു റൂളറായിരുന്നു. പുള്ളിയുടെ ഒരു 12-കാരി മകളാണ്. And he took the child by the hand and said to her, തലിതാക്കും. ലളിതമല്ല, തലിതാക്കും. ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എഴുന്നേൽക്കൂ കൊച്ചുകുട്ടി, പെൺകുട്ടി, ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്കൂ എന്നുള്ള. ലിറ്റിൽ ഗേൾ ഐ സേ ടു യു അറൈസ്. ഇത് മറ്റൊരു മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഞാൻ 3 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ 3 കുറേ ഉണ്ട്, 3 പ്രധാനമായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എനിക്ക് കുറേ ചോദ്യങ്ങളുള്ളത്, എനിക്ക് തോന്നിയ സംശയങ്ങളാണ്. ഒന്ന്, ജീസസ് പറഞ്ഞിരുന്നു പ്രൊഫസിഡ് ദാറ്റ് ഹി വുഡ് റൈസ്, സ്വയം ഉദ്ധാനം ചെയ്യും എന്ന് ജീസസ് പറഞ്ഞിട്ടുണ്ട്. ജോൺ 10:17 മുതൽ 18 വരെ വരികളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും.
Many Christian scholars argue that God raised Jesus. പക്ഷേ മിക്കവാറും സ്കോളേഴ്സും ഗോസ്പൽസും ഒക്കെ പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്നത് യേശു സ്വയം ഉയർത്തെഴുന്നേൽക്കല്ല, മറിച്ച് യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അതായത് ലിവർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ലിവർ വെച്ച് പുള്ളിയെ പൊക്കുകയാണ്. യേശു എങ്ങനെയാണോ വിധവയുടെ മക്കളെയും ലാസറിനെയും ഒക്കെ പൊക്കിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എലീജ വിധവയുടെ മകനെ പൊക്കിയത്, അതേപോലെ ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്, റൈസ് ചെയ്യുകയാണ്. യേശു റൈസ് ചെയ്യല്ല. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നിനൊരു കർത്താവ് ആവശ്യമുണ്ട്, ഒന്നിന് കർത്താവ് ആവശ്യമില്ല. റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വയം ഉയർത്തുകയാണ്, റൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തുകയാണ്. ഇവിടെയാണ് പ്രശ്നമുള്ളത്. Paul postulated that we have two lives, one before death and one after. It happens as the moon rises after sunset. Corinthians 15:40 മുതൽ 44 വരെയുള്ള വരികൾ. Moses, Elijah and Jesus took their physical body on earth when they were raised to prove Paul wrong. അപ്പോൾ പോൾ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ മോസസും എലൈജായും അതുപോലെ തന്നെ ജീസസും ഒന്നും ഫിസിക്കൽ ബോഡിയായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഇല്ലേ? 2 ബോഡി ഉണ്ട്, അവിടെ ചിലപ്പോൾ വേറൊരു ബോഡി കിട്ടുമെന്നുണ്ടെങ്കിൽ അപ്പോൾ പോൾ പറഞ്ഞതിൽ തെറ്റാണെന്ന് തെളിയുന്നുണ്ട്. According to Christian doctrine, all righteous people will be bodily raised to eternal life. അന്ത്യദിവസം എല്ലാവരെയും, നല്ലവരായിട്ടുള്ള എല്ലാവരെയും മേളിലേക്ക് വിടും. Then God raised Jesus. The same feat was done by Elijah, Elisha, Jesus, and then what is God? അപ്പം ഗോഡ് എന്ന് പറയുന്നത് ദൈവം ജീസസിനെ ഉയർത്തി, അതുപോലെ തന്നെ എലീജ ഉയർത്തി, മോസസിനെ ഉയർത്തി, എല്ലാവരെയും ഉയർത്തി. ജീസസും ഒരുപാട് പേരെ ഉയർത്തി. എലീജ സ്വന്തമായിട്ട് വിഡോയുടെ സന്നെ എല്ലാവരും ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീസസിൻ്റെ കാര്യത്തിലും ഒരാൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ജീസസ് ദൈവമാണെന്ന് പറയുന്നു, മറ്റൊരാരും ദൈവമല്ല. അപ്പോൾ then what is God? ഇപ്പോൾ ഒരു വിധവയുടെ മകനെ അല്ലെങ്കിൽ മകളെ ജീസസിന് ഉയർത്താം എന്ന് പറയുമ്പോൾ ഉയർത്തുന്ന ആൾക്ക് പ്രത്യേകിച്ച് കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു കുട്ടിയെ ഉയർത്തുന്നു, ആ കുട്ടി സ്പെഷ്യൽ അല്ലല്ലോ, കുട്ടി ഈസ് നോട്ട് സ്പെഷ്യൽ. കുട്ടിയെ വേറൊരാൾ ഉയർത്തുകയാണ്, ശേഷിയുള്ള ഒരാൾ ഉയർത്തുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കഴിവാണോ അത്? ഉയർത്തുന്ന ആളുടെ കഴിവല്ലേ? അല്ലേ? ഉയർത്തുന്ന ആളുടെ കഴിവല്ലേ? അപ്പോൾ ജീസസിനെ ദൈവം ഉയർത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ജീസസിന് പ്രത്യേകത? കാരണം വിധവയുടെ മകളെ, വിധവയുടെ മകനെയും ഒക്കെ ഓരോരുത്തരിങ്ങനെ ഉയർത്തുന്നുണ്ട്. ഉയർത്തുന്നവർക്കല്ലേ ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ് പോകേണ്ടത്. അതിൻ്റെ അപ്പോൾ ജീസസിന് എന്താ, ജീസസ് എൻ്റെ മരണത്തിൽ നിന്നുള്ള തിരിച്ചുവരവിൽ എന്താണ് ജീസസിനുള്ള പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് മിറക്കിൾ അവിടെയുള്ളത്? ഞാൻ കഥ വെച്ച് ചോദിക്കുകയാണ്. ഇനി ജീസസ് തന്നെ ഉയരുമെന്ന് പറഞ്ഞ വരികൾ നോക്കുക. ഞാൻ ഈ 2 തരത്തിലുള്ള കോൺട്രഡിക്റ്റിംഗ് ലൈൻസ് ബൈബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കറുത്ത കാണിക്കുന്നതെല്ലാം ജീസസ് സ്വയം ഉയരും, റൈസ് ചെയ്യുമെന്ന് പറഞ്ഞാണ് കറുത്തതല്ല. ചുമന്നത് കാണിക്കുന്നതെല്ലാം ജീസസിനെ ഉയർത്തും എന്ന് പറഞ്ഞാണ്, എറൈസ്. റൈസ് അല്ല, എറൈസ് ആണ്. ഇനി ചുവപ്പും കറുപ്പും ഉള്ള പറഞ്ഞുണ്ട്, ജോണിൻ്റെ 2-ാമത്തെ കാണും. അതിനകത്ത് ഒരിടത്ത് സ്വയം ഉയരുമെന്നും മറ്റിടത്ത് ഉയർത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് വളരെ പ്രിൻസിപ്പിളായിട്ടുള്ള ഒരു ഡോക്ടറിനൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ജോൺ 10:17 മുതൽ 18 വരെ, ദ റീസൺസ് മൈ ഫാദർ ലവ്സ് മീ ഇസ് ദാറ്റ് ഐ ലേ ഡൗൺ മൈ ലൈഫ് ഓൺലി ടു ടേക്ക് ഇറ്റ് അപ്പ് അഗെയിൻ. നോ വൺ ടേക്സ് ഇറ്റ് ഫ്രം മീ. ആരും എൻ്റെ ജീവനിൽ നിന്ന് എടുക്കുന്നില്ല. ബട്ട് ഐ ലേ ഇറ്റ് ഡൗൺ. ഞാനത് അടിയറ വെക്കുന്നു. ഓഫ് മൈ ഓൺ അക്കോർഡ്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അടിയറ വെക്കുന്നു. ആൻഡ് ഐ ഹാവ് ദ അതോറിറ്റി ടു ലേ ഇറ്റ് ഡൗൺ ആൻഡ് ദ അതോറിറ്റി ടു ടേക്ക് ഇറ്റ് അപ്പ് അഗെയിൻ. എനിക്കാണിത് വിട്ടുകളയാനും തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള അതോറിറ്റി ഉള്ളത്. ഞാൻ തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ജോൺ 10:17 മുതൽ 18 വരെ. ഇനിയുണ്ട് ജോണിൻ്റെ തന്നെ 2-ാം ചാപ്റ്ററിൽ 12 മുതൽ 22 ഒരു വേഴ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത് നോക്കുക. ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ ആൻഡ് ഐ വിൽ റേസ് ഇറ്റ് എഗെയിൻ ഇൻ 3 days. ഈ ക്ഷേത്രം നിങ്ങൾ തകർക്കുക, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പുനർനിർമ്മിക്കും, പുതുക്കിപ്പണിയും. ശരീരത്തെയാണ് ഉദ്ദേശിച്ചത്, ഞാൻ പുതുക്കിപ്പണിയും. ഓക്കെ. But the temple he had spoken of was his body. After he was raised from the dead, his disciple recalled what he has said. After he was raised from the dead. Raised എന്ന് പറഞ്ഞാൽ വേറെ ആരോ ചെയ്തു എന്നുള്ളതാണ്. റൈസ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക, റൈസ് എന്ന് പറഞ്ഞാൽ ഉയരുക. അപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞു ഞാൻ ഇത് ഉയർത്തും എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യുമെന്ന്. 2-ാമത്തേൽ പറയുന്നുണ്ട് ആ സെൻറ്റൻസ് തന്നെ ആരോ ഉയർത്തിയതിന് ശേഷം എന്ന് പറയുന്നുണ്ട്. മാത്യു 28:7 അതിനകത്ത് പറയുന്നത് ഹി ഹാസ് റൈസൺ ഫ്രം ദ ഡെഡ് എന്നാണ്. ഹി ഹാസ് റൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഉയർന്നു. മാത്യു 16:6 ഹി ഹാസ് റൈസൺ തന്നെയാണ്. മാത്യു 16:21 ഐ വിൽ ബി റേസ്ഡ് എന്ന് പറയുന്നു. ലൂക്ക് 24:6 ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റൈസൺ എന്ന് പറയുന്നു, സ്വയം ഉയർന്നു എന്ന് പറയുന്നു. മാത്യു 17:23 ഹി വിൽ ബി റേസ്ഡ് ടു ലൈഫ് അങ്ങനെ പറയുന്നു. മാർക്ക് 9:31 ആഫ്റ്റർ 3 days ഹി വിൽ റൈസ് അഗെയിൻ
ആൻഡ് കൊറിന്ത്യൻസ് 15:3, കൊറിന്ത്യൻസ് 15:20, റോമൻസ് 1:4, റേസ്ഡ് ബൈ ഗോഡ്. എന്താ ശരിക്കും സംഭവിച്ചത്? ക്രിസ്തു സ്വയം ഉയർന്നോ അതോ ക്രിസ്തുവിനെ ആരെങ്കിലും ഉയർത്തിയോ? ഇനി ക്രിസ്തു മരിച്ചെങ്കിലെല്ലാം ഉയരാൻ പറ്റൂ? മരിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കലി ഫിസിക്കലി അയാൾക്ക് ഒരു ആക്ഷനും സാധിക്കില്ല. ഉയരുക എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ആക്ഷൻ ആണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും. ഒരാൾ ഉയരുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ഷനാണ്. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എൻഡ് ഓഫ് ഓൾ ഫിസിക്കൽ ഈവൻ മൈക്രോ ന്യൂറൽ ആക്ഷൻസ്. മരിച്ച ഒരാൾക്ക് എന്തായാലും കോൺഷ്യസ്നെസ് ഒന്നുമില്ലല്ലോ, അയാൾക്ക് ഉയരാൻ പറ്റുമോ? അയാൾക്ക് ഉയരാൻ പറ്റില്ല. എങ്കിൽ പിന്നെ അയാൾ മരിച്ചിട്ടില്ല. മരിച്ച ഒരാൾക്ക് എങ്കിൽ പിന്നെ അയാൾ മരിച്ചെന്ന് പറയാം, അയാൾ സൂണ്ടാണ്, അല്ലെ അയാൾ അൺകോൺഷ്യസ് ആണ്, കോമയാണ് എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാം. ഒരാൾ മരിച്ചുവെങ്കിൽ അയാൾക്ക് സ്വയം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അല്ലെ ആ വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അയാളെ ഉയർത്തുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ അവന് ജീസസിൻ്റെ ഇതിൽ അതിനകത്ത് മിറക്കിളൊന്നുമില്ല, എല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, പുള്ളിയെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇനി ഇദ്ദേഹം മരിച്ചുവെങ്കിൽ നിങ്ങൾ പറയുകയാണ് ജീസസ് മരിച്ചു. ചോദ്യം ഇതാണ്, ദൈവം മരിക്കുമോ? ജീസസ് ദൈവമല്ലേ, ദൈവം മരിക്കുമോ? ദൈവം മരിച്ചെങ്കിലല്ല ദൈവത്തെ ഉയർത്താൻ പറ്റൂ. ദൈവം മരിച്ചാൽ ദൈവത്തിന് തന്നെ ഉയരാൻ പറ്റത്തില്ല, വേറൊരു ദൈവം സ്റ്റെപ്പിനി ആയിട്ട് വന്ന് ഉയർത്തണം. പക്ഷെ ദൈവം ആദ്യം മരിക്കണ്ടേ? ഹൗ കാൻ ഗോഡ് ഡൈ? ദൈവം മരിക്കുമെങ്കിൽ പിന്നെ മൊത്തം തിയറിയും പോയില്ലേ? ഒരുപാട് ചിന്തിക്കണ്ട. ഇതൊക്കെയാണ് നിങ്ങളുടെ കോമഡികളൊക്കെയാണ് ബൈബിളിൽ.